Hello everyone, welcome to Ace Chemistry. ഇന്ന് നമ്മൾ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് എന്ന ഒരു ടോപ്പിക്കിലെ ലാസ്റ്റ് ആയിട്ടൊരു ക്ലാസ് ആണെന്ന് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിഡിറ്റി ആൻഡ് ബേസിറ്റി ഓഫ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റുകളിൽ എനിക്ക് തോന്നുന്നു ഹൈപ്പർ കോൺജുഗേഷൻ ആണ് ലാസ്റ്റ് പറഞ്ഞത് അല്ലേ. നമ്മൾ 4 എഫക്റ്റും കവർ ചെയ്തു. ഇൻഡക്റ്റ് എഫക്റ്റും ഇലക്ട്രോമെറിക് എഫക്റ്റ്, മെസോമെറിക് എഫക്റ്റ്, ഹൈപ്പർ കോൺജുഗേഷൻ നമ്മൾ പഠിച്ചു. ഇനി ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ എഫക്റ്റുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മോളിക്യൂൾസിന്റെ അസിഡിറ്റിയും ബേസിറ്റി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതായത് ഓർഡർ ഓഫ് അസിഡിറ്റി, ഓർഡർ ഓഫ് ബേസിറ്റി, അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന മോളിക്യൂൾസിനെ അറേഞ്ച് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അസിഡിറ്റി ആണ് നോക്കുന്നത് കേട്ടോ. അസിഡിറ്റി ഇത് ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യ ഒരു ചോദ്യം നോക്കാം. ഞാൻ 3 മോളിക്യൂൾസ് എഴുതാം. ഈ 3 മോളിക്യൂൾസിൽ ഏറ്റവും കൂടുതൽ ആസിഡിക് അല്ലെങ്കിൽ ഈ 3 മോളിക്യൂൾസിനെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആസിഡിറ്റിയിൽ എന്ത് ചെയ്യണം, ഒന്ന് അറേഞ്ച് ചെയ്യണം. ഈ ഒരു മോളിക്യൂൾ എടുക്കാൻ വിചാരിച്ചോളൂ. ഫസ്റ്റ് നമുക്കുള്ള കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഒരു ബെൻസീൻ റിംഗ് ഉണ്ട്. ഈ ബെൻസീൻ റിംഗിൽ സബ്സ്റ്റുവൻസ് ആയിട്ട് 2 ക്ലോറിൻ, പിന്നെ ഇവിടെ OH ഉണ്ട്, ഇവിടെ ഒരു ക്ലോറിൻ ഉണ്ട്. ഇങ്ങനെയാണ് ഫസ്റ്റ് മോളിക്യൂള്. രണ്ടാമത്തെ മോളിക്യൂള് സെയിം ബെൻസീൻ റിംഗ് ഉണ്ട്. ഇവിടെ ക്ലോറിന് പകരം എന്താണ്, CH3 വരാണ്, മിഥൈൽ ഗ്രൂപ്പ് വരാണ്. ഇവിടെ തന്നെ ക്ലോറിന് പകരം CH3, ക്ലോറിന് പകരം CH3. ഇതാണ് രണ്ടാമത്തെ. ഇത് നമുക്ക് A ആയിട്ട് എടുക്കാം, ഇത് B ആയിട്ട് എടുക്കാം. ഇനി C എന്ന് പറയുന്നത് ബെൻസീൻ റിംഗ്, പിന്നെയോ ഇവിടെ സബ്സ്റ്റുവന്റ് NO2 ആണ്. ഓക്കെ, NO2, ഇവിടെയും NO2, ഇവിടെയും NO2, OH. ഓക്കെ, അപ്പൊ നമ്മളിവിടെ അസിഡിറ്റി നോക്കുന്ന ആരുടെയാ, ഇവിടെ H+ റിമൂവ് ആവുന്നതാണല്ലോ ഒരു കോമ്പൗണ്ടിന്റെ അസിഡിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഈ H അല്ലേ, ഇതെന്ത് ഗ്രൂപ്പാണ്, ഇത് ഫിനോൾ അല്ലെങ്കിൽ OH ഗ്രൂപ്പ് ആണ്. ഓക്കെ, മോളിക്യൂള് ഫിനോളിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ് അല്ലെ. ഫിനോളിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സബ്സ്റ്റുവൻസ് വന്നിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഈ OH ൽ H റിമൂവ് ആകുന്നതാണ് ഇതിന്റെ അസിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇതിന്റെ ഓർഡർ ഓഫ് അസിഡിറ്റി നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഏതായിരിക്കും, എങ്ങനെയായിരിക്കും ഓർഡർ വരാം, നമ്മൾ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യും? യെസ്, ഇവിടെ നമ്മൾ നോക്കേണ്ട എന്ത് എഫക്റ്റാ, ഇവിടെ നോക്കേണ്ടത് -I എഫക്റ്റ് ആണ് നോക്കേണ്ടത്. അതായത് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ് നമ്മളിവിടെ നോക്കേണ്ടത്. ഈ 3 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സബ്സ്റ്റുവൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ ക്ലോറിൻ 3 എണ്ണം, ഇവിടെ മിഥൈൽ ഗ്രൂപ്പ് 3 എണ്ണം, ഇവിടെ NO2 3 എണ്ണം. അപ്പൊ നമുക്കറിയാം -I എഫക്റ്റ് എന്ത് ചെയ്യുന്നു, -I എഫക്റ്റ് അതുപോലെ നമ്മുടെ അസിഡിറ്റി എന്ന് പറയുന്നത് -I എഫക്റ്റ് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്, അസിഡിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആണ്. ഈ സബ്സ്റ്റുവൻസിന്റെ -I എഫക്റ്റ് കൂടുന്തോറും ആ ഒരു മോളിക്യൂളിൽ അസിഡിറ്റി എന്ത് ചെയ്യും, കൂടും. അങ്ങനെയല്ലേ. അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ -I എഫക്റ്റ് കാണിക്കുന്നത് ഈ Cl ഗ്രൂപ്പും, Cl കാണിക്കും, അതുപോലെ ക്ലോറിൻ കാണിക്കും, പിന്നെയോ NO2 കാണിക്കും. നേരെ മറിച്ച് CH3 എന്താ കാണിക്കുക, +3 ആണ്. അപ്പോൾ +I ആണ്. +I എഫക്റ്റ് എന്താണ്, +I എഫക്റ്റ് അസിഡിറ്റി ഡിക്രീസ് ചെയ്യും. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, പ്രൊപ്പോർഷണൽ ടു 1 അസിഡിറ്റി എന്ന് വേണമെങ്കിൽ എഴുതാം. ഇങ്ങനെയാണെങ്കിൽ എഴുതാം. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, CH3 ഉള്ള ഫിനോള്, ഈ 3 CH3 ഗ്രൂപ്പുള്ള ഫിനോൾ ആണ് ഏറ്റവും കുറവ് അസിഡിക്. കാരണം എന്താ, അത് +I എഫക്റ്റ് ആണ് CH3 ഗ്രൂപ്പ് കാണിക്കുക. അപ്പൊ അത് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും. ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുമ്പോൾ അത് ഈ എന്താണ്, അസിഡിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുക. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് EDG അല്ലെ, EDG അസിഡിറ്റി കുറയ്ക്കും. ഇതെന്താണ്, ഇത് EWG ആണ്. EWG അസിഡിറ്റി കൂട്ടും. നമുക്ക് ബേസിക് ആയിട്ട് അറിയുന്ന കാര്യമാണ്. അപ്പൊ B ആണ് എന്തായാലും ഏറ്റവും കുറവ്. പിന്നെ നമ്മൾ ക്ലോറിൻ ഉള്ളതും NO2 ഉള്ളതും കമ്പയർ ചെയ്യണം. ക്ലോറിൻ ആണോ NO2 ആണോ ഏറ്റവും കൂടുതൽ -I എഫക്റ്റ് നോക്കിയാൽ മതി അല്ലെ. ഏതിനാ കൂടുതൽ, NO2 ആണ്. നമ്മളൊരു ഓർഡർ ഒക്കെ എഴുതിയതാണ് -I എഫക്റ്റിന്റെ. അപ്പൊ NO2 കൂടുതലാണ്, ക്ലോറിൻ ആണ് -I എഫക്റ്റ് കുറവ്. അപ്പൊ അസിഡിറ്റി എങ്ങനെയായിരിക്കും, ഏറ്റവും കൂടുതൽ NO2 ഉള്ള ഈ ഒരു ഫിനോളിന്റെ ഡെറിവേറ്റീവിനായിരിക്കും, അതായത് C ആയിരിക്കും. Aക്ക് പിന്നെ അപ്പൊ രണ്ടാമത് നമുക്ക് A എഴുതാം, പിന്നെ C. സിമ്പിൾ അല്ലേ. അപ്പൊ +I എഫക്റ്റ് -I എഫക്റ്റ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് സോൾവ് ചെയ്യേണ്ടത്, എളുപ്പമാണ് അല്ലെ, അത്രേ ഉള്ളൂ. ഇവിടെ ഇൻഡക്റ്റീവ് എഫക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എഴുതാട്ടോ, NO2 ഏറ്റവും കൂടുതൽ, പിന്നെ അതായത് -I എഫക്റ്റ്, ഇലക്ട്രോൺ വിഡ്രോയിങ് അബിലിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രോൺ വിഡ്രോയിങ് അബിലിറ്റി ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇലക്ട്രോൺ വിഡ്രോയിങ് അബിലിറ്റി. ഓക്കെ, അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. കിട്ടി. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, യെസ്, ഈ ഒരു 2 മോളിക്യൂൾസിന് എഴുതാം. ഇതിൽ ഏറ്റവും കൂടുതൽ അസിഡിക് ഏതാണെന്ന് പറയണം. ഇവിടെ നമുക്ക് എന്തുണ്ട്, ബെൻസോയിക് ആസിഡ് ഉണ്ട്. ഒന്നാമത്തെ ചോദ്യം, ലിസ്റ്റ് 1 നമ്പർ ഇടാം കേട്ടോ. ഓക്കെ, ബെൻസോയിക് ആസിഡ് ഉണ്ട്. പിന്നെ നമുക്കുള്ളത് ഒരു മിഥൈൽ ഗ്രൂപ്പ് ഇവിടെ വരുന്നുണ്ട്, ഒരു മിഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. ഓക്കെ, ഈ 2 കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ ഇതിൽ ഏതായിരിക്കും കൂടുതൽ അസിഡിക്, ഫസ്റ്റ് വൺ ആണോ സെക്കൻഡ് വൺ ആണോ കൂടുതൽ അസിഡിക്? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായിരിക്കും, ഇവിടെ CH3 ഗ്രൂപ്പ് വന്നുകൊണ്ട് CH3 ഗ്രൂപ്പ് +I ഗ്രൂപ്പ് ആണ് അല്ലെ, +I എഫക്റ്റ് കാണിക്കുന്നതാണ്, അതുകൊണ്ട് അസിഡിറ്റി കുറയ്ക്കുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരു സംഭവം ഉണ്ട്, നമ്മൾ കാർബൺ
കാർബൺ അല്ല സോറി, ഈ ആസിഡിന്റെ കേസിൽ, അതായത് ആസിഡ് ഗ്രൂപ്പ് COH ഗ്രൂപ്പ് വരുന്ന കേസിൽ ഇതിന്റെ അസിഡിറ്റി കൂട്ടുന്നത് എന്താന്ന് വെച്ചാൽ ഓർത്തോ പൊസിഷനിൽ ഏത് ഗ്രൂപ്പ് വന്നാലും ഇതിന്റെ അസിഡിറ്റി കൂടും. അതായത് ഇതിപ്പോ ഫസ്റ്റ് പൊസിഷനിൽ ഇതാണ് എന്ത് ഓർത്തോ പൊസിഷൻ, അല്ലെങ്കിൽ ഇത് രണ്ട് ഓർത്തോ പൊസിഷൻ ആണ്. അപ്പൊ ഈ ഓർത്തോ പൊസിഷനിൽ ഏത് ഗ്രൂപ്പ് വന്നാലും, അത് മൈനസ് എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പ് ആണെങ്കിലും പ്ലസ് എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പ് ആണെങ്കിലും, ഏത് സബ്സ്റ്റുവന്റ് ഓർത്തോ പൊസിഷനിൽ വന്നാലും അത് ഈ പറഞ്ഞ ബെൻസോയിക് ആസിഡിന്റെ അസിഡിറ്റി എന്താ ചെയ്യുക, കൂട്ടാണ് ചെയ്യുക. ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ CH3 ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഇത് പ്ലസ് ഐ ആണ് ശരിയാണ്, പക്ഷെ ഏത് ഗ്രൂപ്പ് വന്നാലും കുഴപ്പമില്ല. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഏത് ഗ്രൂപ്പ് വന്നാലും അതിനായിരിക്കും അസിഡിറ്റി കൂടുതൽ. ഇപ്പൊ ഇവിടെ ഇതിനായിരിക്കും അസിഡിറ്റി കൂടുതൽ. നമ്മൾ ഇങ്ങനെ കേസ് എടുത്ത് നോക്കിയേ, ഈ കേസ് നോക്കിയാൽ ഇവിടെ എന്തുണ്ട്, COH. ഓക്കെ, ഇവിടെ എന്തുണ്ട്, OCH3. ഓക്കെ, ഇനി ഈ ഒരു കേസ് എടുക്കാം, ഈ ഒരു മോളിക്യൂൾ കമ്പയർ ചെയ്യാം, COH, ഇവിടെ OCH3. ഇവിടെ അല്ല കേട്ടോ, സോറി, അവിടെ തന്നെയാണ് OCH3. നമ്മൾ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിലിപ്പോ ഏതിനായിരിക്കും അസിഡിറ്റി കൂടുതൽ, ഇതെങ്ങനെ കമ്പയർ ചെയ്യാം? ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ OCH3 എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു -I എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പാണ്. പക്ഷെ ഇത് എന്തും കാണിക്കും, പ്ലസ് എമ്മും കാണിക്കും അല്ലെ. OCH3 അങ്ങനെ ഒരു ഗ്രൂപ്പ് അല്ലെ. OCH3 പ്രത്യേകത എന്താ, ഇത് -I ഗ്രൂപ്പാണ്, പക്ഷെ മീസോമെറിക് എഫക്റ്റിൽ പ്ലസ് എം കാണിക്കും. കാരണം ഈ ഓക്സിജൻ, ഈ ലോൺ പെയർ ഇല്ലേ ഇവിടെ, അതെന്ത് ചെയ്യും, അത് റിംഗിലേക്ക് ഡൊണേറ്റ് ചെയ്യും. OCH3 റിംഗിലേക്ക് ഓക്സിജൻ ഡൊണേറ്റ് ചെയ്യും. സോ അതുകൊണ്ട് ഇത് പ്ലസ് എം കാണിക്കുന്നുണ്ട്, എന്നാൽ -I ആണ്. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പാണ് OCH3 എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ OH അങ്ങനെ തന്നെയാണ് അല്ലെ. OH എന്താണ്, -I ആണ്, പക്ഷെ പ്ലസ് എം ആണ്. അപ്പൊ അങ്ങനെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ OCH3 അങ്ങനെയാണ്. അപ്പോ നമുക്കറിയാം -I എന്ത് ചെയ്യുന്നു, ആസിഡിറ്റി ഇൻക്രീസ് ആക്കുന്നു, എന്നാൽ പ്ലസ് എം ആസിഡിറ്റി ഡിക്രീസ് ആക്കുന്നു. ഇത് രണ്ടും നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ. പ്ലസ് എം എന്ന് പറയുമ്പോൾ റിംഗിലേക്ക് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഇനി ആസിഡിറ്റി അത് ഡിക്രീസ് ആക്കും. ഇത്ര നമുക്ക് അറിയുന്ന കാര്യം. ഇനി ഇതെങ്ങനെ കമ്പയർ ചെയ്യുന്നുള്ളതാണ്. ഇവിടെ കമ്പയർ ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഇവിടെ OCH3 എന്ന് പറയുന്നത് ഓർത്തോ പൊസിഷനിലാണ്, ഇവിടെ OCH3 പാരാ പൊസിഷനിലാണ്. അപ്പൊ ഇതിന്റെ പ്ലസ് എം സെയിം ആണ്. ആക്ച്വലി പ്ലസ് എം രണ്ടിനും സെയിം ആണ് അല്ലെ. രണ്ടും ഒന്ന് ഓർത്തോ ഒന്ന് പാരൽ ആകുമ്പോൾ പ്ലസ് എം എഫക്ട് സെയിം ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഡിഫറൻസ് ഒന്നുമില്ല. നമുക്കറിയാം ഈ OCH3 ഗ്രൂപ്പ് അല്ലെങ്കിൽ OH ഗ്രൂപ്പ് ഒക്കെ അതിന്റെ ഓർത്തോ പാരാ പൊസിഷൻ നിൽക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അത് പ്ലസ് എം നല്ലോണം കാണിക്കുന്നത്. കാരണം അവിടെ ചാർജ് ഡെൻസിറ്റി കൂട്ടും, നെഗറ്റീവ് ചാർജ് വരുന്നത് എവിടെയാ, ഈ പാരാ ഓർത്തോ പൊസിഷനിലാണ്. അതൊക്കെ നമ്മൾ മീസോമെറിക് എഫക്ട് പഠിച്ചപ്പോഴൊക്കെ പറഞ്ഞതാണ്, ഞാൻ പിന്നെ പറയുന്നില്ല കേട്ടോ. അപ്പൊ അത് ഓക്കെ. അപ്പൊ ഇത് ഓർത്തോ ആണെങ്കിലും ഓർത്തോയും പാരോ ആകുമ്പോൾ അവിടെ പ്ലസ് എം എഫക്ട് സെയിം ആയിരിക്കും OCH3ക്ക്. ഡിഫറൻസ് എവിടെ വരുന്നത്, -I അതായത് അതിന്റെ ഇൻഡക്റ്റീവ് എഫക്റ്റിലാണ് ഡിഫറൻസ് കാണിക്കുന്നത്. അത് എങ്ങനെ പറയാം നമുക്ക്, ഈ ഓർത്തോ പൊസിഷനിൽ ഏത് സബ്സ്റ്റന്റ് വന്നാലും അതിന് അസിഡിറ്റി കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ അസിഡിറ്റി കൂടുതൽ ഏതിനായിരിക്കും, ഇതിനായിരിക്കും. ഒന്നും നോക്കണ്ട ആവശ്യം, എന്ത് മാത്രം മതി, ഓർത്തോ പൊസിഷനിൽ ആണോ മാത്രം നോക്കിയാൽ മതി. ക്ലിയർ ആയി? ഇപ്പൊ എളുപ്പമല്ലേ നോക്കാൻ. അപ്പൊ COH വന്നു കഴിഞ്ഞാൽ അത്ര നോക്കിയാൽ മതി. ഓർത്തോ പൊസിഷനിൽ എന്ത് സബ്സ്റ്റൻസ് ഉണ്ടെങ്കിലും അതിനായിരിക്കും ഏറ്റവും കൂടുതൽ അസിഡിറ്റി ഉണ്ടാവുക. ഇവിടെ അസിഡിറ്റി ഏതിനായിരിക്കും കൂടുതൽ, ഇതിനായിരിക്കും കൂടുതൽ അല്ലേ. അതായത് ഫസ്റ്റ് വണ്ണായിരിക്കും കൂടുതൽ. ഇവിടെ അങ്ങനെ തന്നെ. ഇവിടെ എന്താണ്, CH3 ഉണ്ട്, അത് ഓർത്തോ പൊസിഷനിലാണ്, സോ അതിന് അസിഡിറ്റി കൂടുതൽ. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് കിട്ടില്ല. അപ്പൊ ഇതിന് ഓർത്തോ എഫക്ട് എന്നാണ് ഒരു കൺസെപ്റ്റ് പറയാം കേട്ടോ. ബെൻസോയിക് ആസിഡിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സ്പെഷ്യാലിറ്റി ആണ് ഇത് എന്ന് പറയുന്നത്, ഓർത്തോ എഫക്ട്. അത് ക്ലിയർ ആയി? അപ്പൊ അസിഡിറ്റിന്റെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അസിഡിറ്റിയിൽ നമുക്ക് വേറെ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ എഴുതാം കേട്ടോ. 4 മോളിക്യൂൾസ് ആണ് ഇവിടെയും തന്നിട്ടുള്ളത്. 4 മോളിക്യൂൾസിൽ ഇത് മൂന്നാമത്തെ ചോദ്യമാണ് അല്ലേ. ബെൻസീൻ റിംഗ് ഉണ്ട്, ഇത് OH, ഇതാണ് A മോളിക്യൂൾ. B മോളിക്യൂൾ എന്ന് പറയുന്നത് അഗൈൻ ഫിനോൾ ആണ്. ഫിനോളിന്റെ ക്ലോറിൻ വരുന്നത് കേട്ടോ. പാരാക്ലോറോ ഫിനോൾ ആണ് വരുന്നത്. ഇതാണ് B മോളിക്യൂൾ. ഓക്കെ, മൂന്നാമത്തെ മോളിക്യൂൾ ബെൻസോയിക് ആസിഡ് ആണ്, C. നാലാമത്തെ മോളിക്യൂൾ എന്ന് പറയുന്നത് COH, CH3. ഇതാണ് D മോളിക്യൂൾ. ഈ 4 മോളിക്യൂൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ഉള്ളത്. ഇതിന്റെ അസിഡിറ്റിയുടെ ഓർഡർ നമ്മൾ അറേഞ്ച് ചെയ്യണം. എങ്ങനെ അറേഞ്ച് ചെയ്യാം? എന്തായാലും ഒരു കാര്യം നമുക്കറിയാം, OH-നെക്കാട്ടും കൂടുതൽ അസിഡിക് ഏതായിരിക്കും, ഈ COH ഉള്ള ഗ്രൂപ്പ് ആയിരിക്കും അല്ലെ. OH-നെക്കാട്ടും കൂടുതൽ അസിഡിക് COH ആണ്, ആസിഡ് ഗ്രൂപ്പ് ആണ്. സോ അതുകൊണ്ട് സിയും ഡിയും ആണ് ഏതെങ്കിലും ഒന്നാണ് ഏറ്റവും കൂടുതൽ അസിഡിക് വരാം. ഇനി നമ്മൾ സിയും ഡിയും കമ്പയർ ചെയ്യാം. സിയും ഡിയും കമ്പയർ ചെയ്യുമ്പോൾ എന്താ നോക്കേണ്ടത്, ഇവിടെ എന്താ പ്ലസ് എഫക്ട്. CH3 എന്ത് കാണിക്കും, CH3 പ്ലസ് എഫക്ട് കാണിക്കും. ഇനി CH3 ഏത് പൊസിഷനിലാണ്, പാരാ പൊസിഷനിലാണ് അല്ലെ. അതുകൊണ്ട് ഇവിടെ എന്തില്ല, ഓർത്തോ എഫക്ട് നോക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് CH3 ഇവിടെ ആയിരുന്നെങ്കിലോ നമ്മൾ ഓർത്തോ എഫക്ട് നോക്കിയിട്ട് ഇത് കൂടുതൽ പറയായിരുന്നു. പക്ഷെ ഇപ്പൊ CH3 പാരാ പൊസിഷനിലാണ്, അതിന്റെ പ്ലസ് എഫക്ട് കാരണം ഇതെന്ത് ചെയ്യും, അസിഡിറ്റി കുറയ്ക്കും. അപ്പൊ ഇവിടെ C ഗ്രേറ്റർ ദാൻ D അത് നമുക്ക് കിട്ടി.
ഓക്കെ, ഈ നോക്കേണ്ടത് ഇത് രണ്ടും നോക്കുക. ഇത് രണ്ട് സിമ്പിൾ ആണ്. ക്ലോറിൻ എന്ത് കാണിക്കും? ക്ലോറിൻ ഇൻഡക്റ്റീവ് എഫക്റ്റ്. ക്ലോറിൻ എന്ത് ഗ്രൂപ്പാ? മൈനസ് ഐ എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന് അസിഡിറ്റി കൂടുതലായിരിക്കും. അതായത് ബി ഗ്രേറ്റർ ദാൻ എ അല്ലേ? കാരണം എന്താ? ഇൻഡക്റ്റീവ് എഫക്റ്റ് മൈനസ് ഐ എഫക്റ്റ് ആണ് ക്ലോറിൻ കാണിക്കുന്നത്. സിമ്പിൾ ആണ്. ഞാൻ അറേഞ്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സി ആണ്. അപ്പൊ സി പിന്നെ ഡി പിന്നെ അതായത് സിയും ഡിയും ഏറ്റവും കൂടുതൽ കേട്ടോ. കാരണം ഈ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ മൈനസ് എഫക്റ്റ് ഉണ്ടെങ്കിലും ഇതിനെക്കാട്ടും കൂടുതൽ അസിഡിക് എന്താകൂല? ഈ OH ഉള്ളതാകൂല. അതുകൊണ്ട് ഇങ്ങനെ വരുന്നത്. അപ്പൊ സി ഡി പിന്നെ ബി അല്ല പിന്നെ എ അല്ലേ? പിന്നെ അയ്യോ ഞാൻ തിരിച്ചെഴുതി കേട്ടോ. ബി ഗ്രേറ്റർ ദാൻ എ അല്ലേ? ഓക്കെ, അസിഡിറ്റി അല്ലേ? ബി ആണ്. ക്ലോറിൻ ഉള്ളപ്പോൾ അസിഡിറ്റി കൂടുക ചെയ്യാം അല്ലെ? അതുകൊണ്ട് ബി കൂടുതലാട്ടോ. ഓക്കെ, ബി പിന്നെയോ പിന്നെ ക്ലിയർ ആയി. ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ. എളുപ്പമല്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അസിഡിറ്റിന്ന് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്. ഇനി ഒറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. ഇത് കുറച്ച് നമ്മൾ അധികം കൺസെപ്റ്റുകൾ ഇവിടെ ആലോചിക്കണം. അങ്ങനത്തെ ഒരു ചോദ്യമാണ് വരുന്നത് കേട്ടോ. ഇതിപ്പോ 4ാമത്തെ ചോദ്യം അല്ലെ? ഇനി ശ്രദ്ധിച്ചിരിക്കുക. ഇതാണ് ഫസ്റ്റ് മോളിക്യൂൾ OH. രണ്ടാമത്തെ മോളിക്യൂള് OH തന്നെയാണ്. ഇവിടെ എന്തുണ്ട്? NO2 നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്. മൂന്നാമത്തെ മോളിക്യൂള് OH, ഇവിടെ NO2, ഇവിടെയാണ് NO2 ഗ്രൂപ്പ്. നാലാമത്തെ മോളിക്യൂള് OH, NO2 അല്ല, അതിന് പകരം NH2 ആണ്. ഓക്കെ, ഇത് A, B, C, D. ഇതിൽ എങ്ങനെയാണ് നമ്മൾ അസിഡിറ്റി ഓർഡറിനെ അറേഞ്ച് ചെയ്യാന്ന് നോക്കണം. അപ്പൊ ഇത് ഒരുപാട് കൺസെപ്റ്റ് ഇതിൽ ആലോചിക്കാനുണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യം, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ച് തുടങ്ങാം. നമുക്ക് അറിയുന്ന കാര്യം എന്താ? ഒന്ന് മൈനസ് ഐ എഫക്റ്റ് വന്നാൽ അസിഡിറ്റി കൂടും, മൈനസ് എം എഫക്റ്റ് വന്നാൽ അസിഡിറ്റി കൂടും. അതായത് മൈനസ് ഐയും മൈനസ് എമ്മും ആണ് എന്ത്? അസിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അസിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇത് നമുക്ക് അറിയുന്ന കാര്യമല്ലേ? അപ്പൊ മൈനസ് ഐയും മൈനസ് എമ്മും കൂടി ഒന്നിച്ച് വരുന്ന കേസ്, ഇത് രണ്ടും കൂടി ഉള്ളപ്പോഴായിരിക്കും അസിഡിറ്റി എന്ത്? ഏറ്റവും കൂടുതൽ. അതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇല്ല. അപ്പോ അത് ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് രണ്ടും ഉള്ളത് ഏതാണ്? ബിയും ഉണ്ട് സിയും ഉണ്ട് അല്ലെ? കാരണം NO2 ഗ്രൂപ്പ് മൈനസ് എമ്മും കാണിക്കും മൈനസ് ഐയും കാണിക്കും. ഇവിടെ NO2 ഉണ്ട്, മൈനസ് ഐയും മൈനസ് എമ്മും. നമുക്ക് ഇത് രണ്ടും ആണ് മനസ്സിലായി. ഇനി ഇത് രണ്ടും കമ്പയർ ചെയ്യണം. ഇതിലെങ്ങനെ കമ്പയർ ചെയ്യും? ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സി മോളിക്യൂൾ ഇതിലില്ലേ? ഈ സി മോളിക്യൂൾ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ NO2 ഉള്ളപ്പോൾ ഈ OH ഇല്ലേ? ഈ OH ൽ H ഉം ഈ NO2 ൽ N ഉം തമ്മിൽ എന്തുണ്ടാവും? ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കും. ഹൈഡ്രജൻ ബോണ്ടിങ് നമ്മൾ പഠിച്ചു അല്ലേ? എന്താ? ഹൈഡ്രജനും പിന്നെ ഇലക്ട്രോനെഗറ്റീവ് ആറ്റമായിട്ടുള്ള ബോണ്ടിങ് ആണ്. ഇവിടെ ഇതിപ്പോ ഒറ്റൊരു മോളിക്യൂൾ നടക്കുന്ന ആയതുകൊണ്ട് നമ്മൾ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് പറയും. അപ്പൊ ഇവിടെ ഈ H ഉം ഈ N ഉം തമ്മിൽ എന്തുണ്ടാവും? ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും. ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് അസിഡിറ്റി കുറയും. ഓക്കെ, ഇതിന്റെ അസിഡിറ്റി കുറയാണ് ചെയ്യുന്നത്. കാരണം H റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ ബോണ്ടിങ് ഉള്ളത് കാരണം ഇവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അപ്പൊ H റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ സിന്റെ അസിഡിറ്റി കുറവായിരിക്കും. ആ ഒരു പ്രശ്നമാണ്. പിന്നെ ഏറ്റവും കുറവ് പറയാൻ പറ്റില്ല. നമുക്ക് സി കുറവായത് ബി ലെസ് ദാൻ സി, ബി ഗ്രേറ്റർ ദാൻ സി എന്ന് മനസ്സിലായി. ഇത് രണ്ട് നോക്കുമ്പോൾ ഏതാണ്? സി കുറവാണ്, ബി ആണ് കൂടുതൽ. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ഏതായിരിക്കും? ബി ആയിരിക്കും അല്ലെ? ബി ഇവിടെ പാരാണ്. ഇവിടെ പാര പൊസിഷനിലാണ് NO2. ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ല അല്ലെ? എത്ര ദൂരത്തേക്ക് നടക്കൂല. അപ്പൊ അതുകൊണ്ട് ബി എന്തായാലും ഏറ്റവും കൂടുതൽ അസിഡിക് ആണ്, ഡൗട്ട് ഒന്നുമില്ല. സി ബിനെക്കാട്ടും കുറവാണ് മനസ്സിലായി. ഇനി നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഓക്കെ, നമ്മൾ നോക്കേണ്ടത് എന്താ? ഡിയിലേക്ക് നോക്കി നോക്കാം. ഡിക്ക് നോക്കുമ്പോൾ എന്താണ് പ്രശ്നം? ഡി NH2 ഗ്രൂപ്പ്. NH2 ഗ്രൂപ്പ് എന്ത് ഗ്രൂപ്പാ? NH2 എന്ത് ഗ്രൂപ്പാ? NH2 പ്ലസ് എം ആണ്. പ്ലസ് എം അസിഡിറ്റി കുറയ്ക്കും. പിന്നെയോ മൈനസ് ഐ ആണ്. ഓക്കെ, മൈനസ് ഐ അസിഡിറ്റി കൂട്ടും അല്ല? നമ്മുടെ OCH3 ഒക്കെ പോലത്തെ ഗ്രൂപ്പാണ് NH2 പറയുന്നത്. NH2 എന്താണ്? മൈനസ് ഐ കാണിക്കും, പ്ലസ് എം കാണിക്കും. അപ്പൊ അത് മൈനസ് ഐ കാണിക്കുന്ന കാരണം നമ്മൾ ഈ ഒറിജിനൽ ആയിട്ടുള്ള ഈ OH വെച്ച് നോക്കുമ്പോൾ, അതായത് ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂന്റും ഇല്ല അല്ലെ? ഒന്നുമില്ല, സാധാ ഫിനോളാ. അപ്പൊ എനെ വെച്ച് നോക്കുമ്പോൾ ഡിക്ക് എന്തായിരിക്കും? അസിഡിറ്റി കൂടുതലായിരിക്കും. കാരണം ഇവിടെ മൈനസ് ഐ ഉണ്ട് NH2 ഉള്ളത് കാരണം. അതുകൊണ്ട് എന്ത് പറയാം? എക്ക്, അതായത് ഡി ഗ്രേറ്റർ ദാൻ എ എന്ന് പറയാം. ഓക്കെ, അത് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമ്മൾ ഡി ഗ്രേറ്റർ ദാൻ എ ആണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇവിടെ ഏറ്റവും കുറവ് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സിക്ക് ആയിരിക്കും കേട്ടോ. ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത് കാരണം ഏറ്റവും കുറവ് അസിഡിറ്റി സിക്ക് ആയിരിക്കും. ഏറ്റവും കൂടുതൽ ബി ആണ്. പിന്നെ ഡിയും എയും വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ മൈനസ് ഐ എഫക്റ്റ് ഉള്ളത് കാരണം, NH2 മൈനസ് എഫക്റ്റ് ഉള്ളത് കാരണം ഡിക്ക് അസിഡിറ്റി കൂടുതലായിരിക്കും. ഫൈനൽ ഓർഡർ എങ്ങനെ വരിക? ഏറ്റവും കൂടുതൽ ബി, ആ ഡൗട്ട് ഒന്നുമില്ല. പിന്നെ വരുന്നതായിരിക്കും ഡി ആയിരിക്കും, പിന്നെ എ, ലാസ്റ്റ് ആണ് സി വരിക. ക്ലിയർ ആയി? സി ഏറ്റവും കുറവാണ് കേട്ടോ. അതാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഈ സാധാരണ ഏറ്റവും കുറവ്. ഇവിടെ റീസൺ എന്താ? റീസൺ ഹൈഡ്രജൻ ബോണ്ടിങ് അല്ലെ? കാരണം എന്താ? ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെ ആലോചിക്കണം? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലല്ല ഓർഡർ വരുന്നത്. ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യണം? പ്രയോറിറ്റി കൊടുക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഫൈനൽ ഓർഡർ ഒന്നുകൂടി ഞാൻ എഴുതാണ്. ബി ഗ്രേറ്റർ ദാൻ ഡി ഗ്രേറ്റർ ദാൻ എ ഗ്രേറ്റർ ദാൻ സി. ക്ലിയർ ആയി?
അപ്പൊ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് നോക്കി, അസിഡിറ്റി നോക്കി, ഒരുവിധം കൺസെപ്റ്റ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതന്നെ തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ആലോചിച്ച് ചെയ്യേണ്ട രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബേസിറ്റ് നോക്കാം. അസിഡിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇനി ബേസിറ്റ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് 4 മോളിക്യൂൾസ് എഴുതാം, അതിലെ ഓർഡർ ഓഫ് ബേസിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് മോളിക്യൂൾ എന്ന് പറയുന്നത് അമോണിയ ആണ്, NH3. രണ്ടാമത്തെ മോളിക്യൂൾ എന്ന് പറയുന്നത് NH2R, അതായത് NH2R. മൂന്നാമത്തത് NHR2. നാലാമത്തത് NR3. അതായത് R എന്ന് പറഞ്ഞാൽ CH3 ഗ്രൂപ്പ് ആണ്. ഇതിൽ ഏതിനാണ് കൂടുതൽ ബേസിറ്റ് വരിക? ബേസിറ്റ് ആണ് കമ്പയർ ചെയ്യുന്നത്. ബേസിറ്റ് ഇതിനായിരിക്കും കൂടുതൽ. ഇത് നമുക്ക് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നമ്മൾ പറയുമ്പോൾ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് നോക്കിയാൽ മതി, ഇവിടെ ഇൻഡക്റ്റീവ് എഫക്റ്റ് മാത്രം നോക്കിയാൽ മതി. അതായത് പ്ലസ് ഐ എഫക്റ്റ് എന്ത് കൂട്ടും, ബേസിറ്റി കൂട്ടും നമുക്കറിയാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതിപ്പോ നമ്മൾ ABCD എഴുതാന്നുണ്ടെങ്കിൽ ഇത് A, ഇത് B, ഇത് C, ഇത് D. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും, ഏറ്റവും കൂടുതൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഇവിടെ ഉണ്ടാവുക 3 R ഗ്രൂപ്പുകൾ ഇവിടെ അല്ലെ. അപ്പൊ D, പിന്നെ 2 R ഗ്രൂപ്പുകൾ ഇവിടെ, പിന്നെ B, പിന്നെ A. ഇങ്ങനെ വരിക. അതായത് നമ്മൾ എന്ത് നോക്കി, സബ്സ്റ്റുവന്റിന്റെ R എന്ന് പറഞ്ഞാൽ CH3 ഗ്രൂപ്പ് ആണ്, അതിന്റെ പ്ലസ് എഫക്റ്റ് കാരണം ഇങ്ങനെ നോക്കി. പക്ഷെ ഇത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്ന സംഭവം കൂടി വരും. അതായത് വാട്ടർ വരുമല്ലോ. സപ്പോസ് ഇതൊരു പോളാർ പ്രോട്ടിക് സോൾവെന്റ് പോലെ വാട്ടറിലാണ് നമ്മൾ പറയാന്നുണ്ടെങ്കിൽ, ഇതൊക്കെ വാട്ടറിൽ കിടക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അവിടെ വാട്ടർ ആയിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് വന്നിട്ട് ഈ പറഞ്ഞ ഓർഡർ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. കാരണം ഹൈഡ്രജൻ ബോണ്ടിങ് നടക്കുമ്പോൾ അതായത് ഇപ്പോൾ ഈ NH3 ആണ് ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവുക, കാരണം 3 ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ. ഓക്കെ, പിന്നെ NH2R ആകുമ്പോൾ ഇവിടെ എന്ത് പറഞ്ഞു, ഒരു ഹൈഡ്രജൻ കുറഞ്ഞ 6 ആയിട്ട് മാറി. അപ്പൊ 6 ആയിട്ടൊന്നും ഉണ്ടാവില്ല, ഹൈഡ്രജൻ ബോണ്ടിങ് ഒന്നുമില്ല. ഇവിടെ മൂന്നാമത്തെ എത്തുമ്പോഴേക്ക് ഇവിടെ H ഗ്രൂപ്പേ ഇല്ല, H ഇല്ല, പകരം 6 മാത്രമേ ഉള്ളൂ. അപ്പൊ ഹൈഡ്രജൻ ബോണ്ടിങ് ഒട്ടും ഉണ്ടാവില്ല. അപ്പൊ ഹൈഡ്രജൻ ബോണ്ടിങ് കേസ് വരുമ്പോൾ നമ്മൾ ബേസിന്റെ ഓർഡർ നേരെ തിരിഞ്ഞു പോകും. ABCD എന്ന് വരാം. അതായത് ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഏതാണോ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ ബേസിറ്റി. കാരണം എന്താ വെച്ചാൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാകുമ്പോൾ അത് കോൺജുഗേറ്റ് ആസിഡിനെ എന്താക്കും, സ്റ്റെബിലൈസ്ഡ് ആക്കും. അതായത് ഇപ്പൊ NH3യുടെ കോൺജുഗേറ്റ് ആസിഡ് എന്താ, NS4+ അല്ലെ. അപ്പൊ ഇതിനെ സ്റ്റെബിലൈസ് ആക്കാൻ ആർക്ക് പറ്റും, ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടെങ്കിൽ പറ്റും. ഓക്കെ, അങ്ങനെ സംഭവമാണ്. ഹൈഡ്രജൻ ബോണ്ടിങ് കൊണ്ട് സ്റ്റെബിലൈസ് ആക്കാൻ പറ്റും. ഇതിന്റെ കോൺജുഗേറ്റ് ആസിഡ് പറഞ്ഞാൽ എന്ത് വരും, NH2R+. അങ്ങനെ തന്നെ വരും, NH2R+ അല്ലെ. ഇതാണ് ഇതിന്റെ കോൺജുഗേറ്റ് ആസിഡ്. അപ്പൊ അങ്ങനെ ആ കോൺജുഗേറ്റ് ആസിഡിനെ സ്റ്റെബിലൈസ് ആക്കാൻ H2 ന് പറ്റും. അപ്പൊ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ള കോമ്പൗണ്ട് ഏതാണോ അതായിരിക്കും കൂടുതൽ ബേസിക്. ഏത് കേസിലാ, ഇത് പോളാർ പ്രോട്ടിക് സോൾവെന്റ് അല്ലെ, പ്രോട്ടിക് സോൾവെന്റ്, വാട്ടർ പോലുള്ള പോളാർ പ്രോട്ടിക് സോൾവെന്റ്. അപ്പൊ ഓർഡർ എന്ത് ചെയ്യും, തിരിയും. അപ്പൊ നമുക്ക് അത് മെൻഷൻ ചെയ്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. കമ്പൈൻഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഒന്നിച്ച് പറയാന്നുണ്ടെങ്കിൽ ഈ രണ്ട് എഫക്റ്റും കൂടി നമ്മൾ കമ്പൈൻ ചെയ്ത് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിഫറെന്റ് ആയിട്ട് ഓർഡർ ആണ് കിട്ടുക. അത് എങ്ങനെ വരുന്നത് വെച്ചാൽ B > A > C > D എന്ന് കിട്ടുക. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പ്ലസ് എഫക്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ, പോളാർ പ്രോട്ടിക് സോൾവെന്റ് ആവുമ്പോൾ ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ് വരും. അങ്ങനെ നമുക്ക് പറയാം. കമ്പൈൻഡ് എഫക്റ്റ് ഇങ്ങനെ ശരിക്കും വരുന്നത്, ഈ ഒരു ഓർഡർ വരുന്നത്. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ എക്സ്പെരിമെന്റിൽ കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ. ജസ്റ്റ് പറഞ്ഞോളൂ ഇങ്ങനെ സംഭവം. നമുക്ക് നോർമലി എന്തേ വരുള്ളൂ, ഇൻഡക്റ്റീവ് എഫക്റ്റ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള കേസ് ആയിരിക്കും വരാൻ സാധ്യത. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു കേട്ടോ. ആ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് അരോമാറ്റിക് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് എടുത്ത് നോക്കാം. അരോമാറ്റിക് ആയിട്ടുള്ള അമൈനുകൾ നമ്മൾ എടുക്കാൻ പോകുന്നതാണ്. ഇതിപ്പോ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബേസിറ്റിയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു അല്ലെ. ഇനി ബേസിറ്റിൽ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 4 മോളിക്യൂൾ എഴുതാൻ പോകുന്നത്. ഇവിടെ NH2, ഇത് നമ്മളെ സാധാ അമൈൻ. രണ്ടാമത്തത് ഇവിടെ NH2 ഉണ്ട്, ഇവിടെ എന്തുണ്ട്, NO2 ഉണ്ട്. ഓക്കെ, മൂന്നാമത്തെ കോമ്പൗണ്ട് NH2 ഉണ്ട് ഇവിടെ, NO2 ഗ്രൂപ്പ് ഇവിടെ, NO2 മെറ്റാ പൊസിഷനിലാണ് NO2. നാലാമത്തെ കോമ്പൗണ്ട് ഇവിടെ അഗൈൻ NH2 ഉണ്ട്, ഇവിടെ NO2 ഉണ്ട്. ഇത് മാത്രം വട്ടിട്ട് പോയി അല്ലേ, അല്ലാതെ നമുക്ക് ഒരേപോലെ ആക്കാട്ടോ. ഇങ്ങനെയാണ് നമുക്ക് 4 മോളിക്യൂൾസ് തന്നിട്ടുള്ളത്. ഇത് A, ഇത് B, ഇത് C, ഇത് D. ഓക്കെ അല്ലേ. അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ നമ്മൾ തന്നിരിക്കുന്നത് ബിയിലും സിയിലും ഡിയിലും തന്നിരിക്കുന്ന ഗ്രൂപ്പ് NO2 ആണ് അല്ലെ. NO2 ഇവിടെ ഓർത്തോലാണ്, ഇവിടെ മെറ്റൈലാണ്, ഇവിടെ പാരയിലാണ്. അപ്പൊ NO2 ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താ, NO2 ഗ്രൂപ്പ് എന്ന് പറയുന്നത് -M ഗ്രൂപ്പും ആണ് -I ആണ്. മീസോമറിക്കും ഇൻഡക്റ്റീവും രണ്ടും മൈനസ് ആണെന്ന് കാണിക്കുന്നത് അല്ലെ. അപ്പൊ ഇത് ബേസിക്കലി എന്ത് ചെയ്യും, ബേസിറ്റി ഡിക്രീസ് ചെയ്യും. ഈ രണ്ട് എഫക്റ്റുകളും ബേസിറ്റി കുറയ്ക്കുന്ന എഫക്റ്റുകളാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ബേസിക് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ A ആണ്. അതിൽ ഡൗട്ട് ഒന്നുമില്ല, ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂന്റും ഇല്ല. ഇത് മൂന്നും നമുക്ക് കമ്പയർ ചെയ്യണം. ഇത് മൂന്നും കമ്പയർ ചെയ്യുമ്പോൾ ഈ
പ്ലസ് എം മൈനസ് എം എഫക്റ്റ് എപ്പോഴാണ് കാണിക്കുന്നത്? ഈ സബ്സ്റ്റിറ്റ്യൂവന്റ് എവിടെ ഇരിക്കണം? ഒന്നെങ്കിൽ ഓർത്തോ പൊസിഷനിൽ ഇരിക്കണം, അല്ലെങ്കിൽ പാരാ പൊസിഷനിൽ ഇരിക്കണം. ഈ NO2 മെത്തിൽ വരുമ്പോൾ അവിടെ മൈനസ് എം എഫക്റ്റ് എന്ത് ചെയ്യുന്നില്ല, അവിടെ കാണിക്കില്ല. നമ്മൾ ആ റെസൊണൻസ് സ്ട്രക്ചർ എന്ന് വരച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അല്ലേ എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത്. അത് നമുക്കറിയാം. അതുകൊണ്ട് മെറ്റാ പൊസിഷനിൽ എന്തില്ല, മൈനസ് എം എഫക്റ്റ് അവിടെ എഫക്റ്റ് ഒന്നുമില്ല. അപ്പൊ ഇവിടെ രണ്ടിടത്തും മൈനസ് എം ഉണ്ട്, പ്ലസ് എഴുതണം. രണ്ടിടത്തും എന്തുണ്ട്, ഓർത്തോയിലും പാരലും എന്ത് വരും, മൈനസ് എം എഫക്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ മൈനസ് എം എഫക്റ്റും പിന്നെ എന്തുണ്ട്, മൈനസ് എ എഫക്റ്റും കൂടി ഒന്നിച്ച് കാണിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബേസിൽ ഡിക്രീസ് ആക്കുക അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം സിക്ക് എന്ത് മാത്രമേ ഉള്ളൂ, സിക്ക് മൈനസ് ഐ ഉണ്ട്, മൈനസ് എം ഇല്ല. അപ്പൊ കൂട്ടത്തിൽ ഭേദം ഏതാണ്, സി ആണ്. എന്ന് വെച്ചാൽ എ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏതാ, സി എ വരുള്ളൂ. കാരണം സിയിൽ എന്ത് മാത്രമേ ഉള്ളൂ, മൈനസ് എഫക്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ ബിയിലും ഡിയിലും മൈനസ് ഐയും ഉണ്ട്, മൈനസ് എമ്മും ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ബിയും ഡിയും കമ്പയർ ചെയ്താൽ മതി. ഓക്കെ, ബിയും ഡിയും കമ്പയർ ചെയ്യുമ്പോൾ നോക്കേണ്ടത് മൈനസ് എം രണ്ടിനുള്ളിൽ മനസ്സിലായ സ്ഥിതിക്ക് അതിൽ വ്യത്യാസമൊന്നുമില്ല. പിന്നെ വ്യത്യാസമുള്ള സാധ്യത എവിടെയാണ്, മൈനസ് ഐയിലാണ്. കാരണം എന്താ, ബിന്റെ കേസിൽ NO2 കിടക്കുന്നത് ഓർത്തോലാണ്, ഡിന്റെ കേസിൽ NO2 കിടക്കുന്നതോ പാരയിലാണ്. ഇത് പാരയാണ്, ഇത് ഓർത്തോ ആണ്. സോ മൈനസ് ഐ എഫക്റ്റിന് ഒരു കാര്യമുണ്ട്, എന്താ അത്, ഡിസ്റ്റൻസ് ഡിപ്പെൻഡന്റ്. മൈനസ് ഐ എഫക്റ്റ് എന്താണ്, ഡിസ്റ്റൻസ് ഡിപ്പെൻഡന്റ് ആണ് അല്ലെ. അതുകൊണ്ട് NO2 എവിടെയാണോ NH2ന്റെ അടുത്ത് കിടക്കുന്നത്, NH2ന്റെ അടുത്ത് NO2 കിടക്കുമ്പോൾ അവിടെ കൂടുതൽ മൈനസ് ഐ എഫക്റ്റ് ഒന്നുകൂടി പ്രൊമിനന്റ് ആയിരിക്കും. അപ്പോൾ ഓർത്തോയിലായിരിക്കും എന്ത്, കൂടുതലായിട്ട് മൈനസ് ഐ എഫക്റ്റ് കാണിക്കുക. അപ്പൊ NO2 ഓർത്തോ നിൽക്കുന്ന അവിടെ. അതുകൊണ്ട് ബേസിറ്റി കൂടുതൽ ഏതിനായിരിക്കും, ഡിക്ക് ആയിരിക്കും അല്ലെ. മൈനസ് എഫക്റ്റ് കൂടുന്നതോറും എന്താ, ബേസിറ്റി കുറയുക ചെയ്യുക. ഇപ്പൊ ഡി ആണെങ്കിൽ ഇവിടെ പാരൽ ആയത് കാരണം ഡിസ്റ്റൻസ് ഡിപ്പെൻഡന്റ് ആണ് മൈനസ് ഐ എഫക്റ്റ്. അതുകൊണ്ട് മൈനസ് ഐ എഫക്റ്റ് ബിനെ വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. ക്ലിയർ ആയി. അപ്പൊ ഏറ്റവും കൂടുതൽ പിന്നെ വരേതായിരിക്കും, ഡി ആയിരിക്കും. ബി ഏറ്റവും കുറവ്. റീസൺ എന്താ, ബിയിൽ രണ്ടും ഉണ്ട്, മൈനസ് എമ്മും മൈനസ് ഐയും. മൈനസ് ഐ തന്നെ NO2 വളരെ അടുത്താണ് NH2ന്റെ. അപ്പോൾ ഓർത്തോ പൊസിഷൻ ആയത് കാരണം മൈനസ് ഐന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതൽ എവിടെ ആയിരിക്കും, ബിയിലായിരിക്കും. ഇതാണ് ഫൈനൽ ഓർഡർ വരിക. ക്ലിയർ ആയില്ലേ. അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുക. ടോപ്പിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ആലോചിക്കാനുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സംഭവം നമ്മൾ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ഇഫക്റ്റ് തന്നെയാണ് അല്ലെ, അത് വെച്ചിട്ട് നമ്മൾക്ക് ചെയ്യുന്നൊക്കെ. പക്ഷെ നമ്മൾ പല കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഒന്നിച്ച് ആലോചിക്കണം എന്നുള്ളതാണ്. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഇതിൽ ചെയ്ത് നോക്കാം. 3 കോമ്പൗണ്ട് തരാണ്, 3 കോമ്പൗണ്ട്. ഇതാണ് ഫസ്റ്റ് വണ്. ഇവിടെ എന്തുണ്ട്, NH2 ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, രണ്ടാമത്തെ കോമ്പൗണ്ട് നമ്മുടെ അമോണിയ NH3 ആണ്. മൂന്നാമത്തെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സൈക്ലിക് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് 3 കോമ്പൗണ്ട്സ്. ഇത് എ, ഇത് ബി, ഇത് സി. ഇതിനെങ്ങനെയായിരിക്കും ബേസിറ്റിന്റെ ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യാം. എങ്ങനെ അറേഞ്ച് ചെയ്യാം നോക്കിക്കേ, എങ്ങനെയായിരിക്കും. ഇവിടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഫസ്റ്റ് നോക്കുമ്പോൾ നമ്മുടെ NH2 ഉണ്ട് അല്ലെ. ഈ NH2 അരോമാറ്റിക് റിംഗിലേക്ക് അറ്റാച്ച് ആയിരിക്കും നമ്മുടെ അനിലിനാണിത്. അപ്പൊ അനിലിന്റെ കേസിൽ ഈ നൈട്രജൻ എന്ത് ചെയ്യുന്നുണ്ട്, നൈട്രജൻ ആണ് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ബേസിറ്റി പറയുമ്പോൾ നൈട്രജൻ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തിട്ട് അത് കോൺജുഗേറ്റ് ആസിഡ് ഒക്കെ മാറി. അപ്പൊ ഇവിടെ ബേസിറ്റി റീസൺ എന്താ, നൈട്രജന് മുകളിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി ആണ്. അപ്പൊ നൈട്രജന് മുകളിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി അവിടെ തന്നെ നിന്നാൽ എന്തേ ഉള്ളൂ, അവിടെ മാക്സിമം ബേസിറ്റി ഉണ്ടാവുള്ളൂ. ഇത് വേണം വേറൊരു ആസിഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഈ ഇലക്ട്രോൺ ഡെൻസിറ്റി അവിടെ നിൽക്കാതെ വേറെ എവിടെയും പോയി കഴിഞ്ഞാൽ ഈ അനിലിന്റെ ഈ ഒരു കോമ്പൗണ്ടിന്റെ ബേസിറ്റി കുറയും. ക്ലിയർ ആയില്ലേ. അപ്പോൾ ഈ കേസിൽ എന്താ പ്രശ്നം, ഈ NH2 നമുക്കറിയാം ഒരു പ്ലസ് എം എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പ് ആണ് അല്ലെ. അതായത് ഇലക്ട്രോൺ എന്ത് ചെയ്യും, അത് ഈ റിംഗിലേക്ക് ഡൊണേറ്റ് ചെയ്യും. അപ്പൊ ഈ ഇലക്ട്രോൺ ഇവിടെ നിൽക്കും, ഇവിടെ നിൽക്കില്ല. അതിന് പകരം ഇങ്ങനെ എന്ത് ചെയ്യും, ഈ റിംഗിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇതിന്റെ ബേസിറ്റി ഡിക്രീസ് ചെയ്യും. കാരണം എന്താ, ഈ NH2ന്റെ എന്ത് എഫക്റ്റ് കാരണം, NH2ന്റെ പ്ലസ് എം എഫക്റ്റ് കാരണം. ഓക്കെ, അത് ക്ലിയർ ആയി. ഇനി അമോണിയന്റെ കേസിൽ പ്രത്യേകിച്ച് അങ്ങനെ എഫക്റ്റ് ഒന്നുമില്ല. അതായത് അതെന്താണ്, സാധാരണ കോമ്പൗണ്ട് ആണ്, നോട്ടെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, അത് സാധാരണ നിൽക്കാണ് അവിടെ. ഇനി മൂന്നാമത്തെ കേസ് ഇങ്ങനെ ഒരു കോമ്പൗണ്ട്. ഇവിടെ എന്തുണ്ട്, ഇവിടെ NH2 ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ ഇത് റിംഗിലേക്ക് എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യോ, ഇല്ല. കാരണം ഇവിടെ ഡീലോക്കലൈസേഷൻ വേണ്ടിയിട്ട് എന്തില്ല, പൈ ഇലക്ട്രോൺസ് ഒന്നും റിംഗിലില്ല. അത് ബെൻസീൻ ഒന്നും അല്ല അല്ലെ, അല്ലെങ്കിൽ അപ്പൊ ഇത് അരോമാറ്റിക് ഒന്നും അല്ല. സോ അതുകൊണ്ട് സാധാരണ സൈക്ലിക് കോമ്പൗണ്ട് ആണ്. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ എന്താ പ്രത്യേകത, ഇവിടെ ഈ NH2 പറഞ്ഞ ഗ്രൂപ്പിന്റെ ഇതിന്റെ ബേസിറ്റി അല്ലെങ്കിൽ NH2 ഇലക്ട്രോൺ ഡെൻസിറ്റി കൂട്ടാൻ ആർക്ക് പറ്റും, ഈ ഗ്രൂപ്പിന് പറ്റും. ഇത് എന്ത് ഗ്രൂപ്പ്, ആക്ച്വലി ഇതൊരു ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലേ, അരോമാറ്റിക് ഒന്നും അല്ല. അത് എന്ത് ഗ്രൂപ്പ്, അറയിലൊന്നും അല്ല. ഇതൊരു ആൽക്കൈൽ ഗ്രൂപ്പ് ആണ് കിടക്കുന്നതൊക്കെ. CH2 ഉണ്ട്, CH2 അല്ലെ. ഇതെന്താണ്, ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ആണ്. സോ അതുകൊണ്ട് ഈ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ത് ചെയ്യും, ഈ NH2 നൈട്രജൻ മുകളിലത്തെ ഇവിടെ ഇതിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂട്ടും. എങ്ങനെ കൂട്ടും, ബൈ പ്ലസ് ഐ എഫക്റ്റ്. ഇവിടെ എന്ത് കാണിക്കും, പ്ലസ് ഐ എഫക്റ്റ്. ഇവിടെ എമ്മിന് ഒരു പോസിബിലിറ്റി ഇല്ല, കാരണം റിംഗ് ഒന്നുമില്ല, മീൻസ് അരോമാറ്റിക് ഒന്നുമല്ല, പൈ ഇലക്ട്രോൺസ് ഒന്നുമില്ല. സോ അതുകൊണ്ട് ഇവിടെ എന്ത് പോസിബിലിറ്റി ഉള്ളൂ, പ്ലസ് എം എഫക്റ്റ്. അപ്പൊ എന്തായിരിക്കും, ഈ സിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി ആയിരിക്കും ഏറ്റവും കൂടുതൽ. അപ്പോൾ സി ആണ് ഏറ്റവും കൂടുതൽ. ഈ അമോണിയന്റെ കേസിൽ എച്ച് ആണ്, എച്ച് അതുകൊണ്ട് അവിടെ എന്തില്ല, പ്ലസ് എഫക്റ്റ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ CH3 ഒന്നും ഇല്ലല്ലോ, എച്ച് മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് എന്ത് എഴുതാം, ബി എഴുതാം. ഏറ്റവും കുറവ് ആർക്കായിരിക്കും, ഇതിനായിരിക്കും. കാരണം ഈ ഇലക്ട്രോൺ പോയിട്ട് റിംഗിലേക്ക് എന്ത് ചെയ്യുക, ഡീലോക്കലൈസ് ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കുറവ് എക്ക് ആയിരിക്കും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഫൈനൽ ആയിട്ട് ഓർഡർ വരിക. ക്ലിയർ ആയി.
നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. 4 മോളിക്യൂൾ തന്നിട്ടുണ്ട്. ഇത് പൈറോള്, ഇത് പിരിഡിൻ, പിപ്പെരിഡിൻ, മോർഫാലിൻ, ഇങ്ങനെ 4 കോമ്പൗണ്ട് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ബേസിറ്റ് എങ്ങനെ കമ്പയർ എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇവിടെയുള്ള എല്ലാ മോളിക്യൂളിലെയും നൈട്രജന്റെ ഹൈബ്രിഡൈസേഷൻ ആണ്. ഇവിടെ നൈട്രജൻ എന്താണ്? നൈട്രജൻ sp2 ആണ്. ഈ കേസോ അത് sp2 തന്നെയാണ്. ഈ കേസിൽ sp3 ആണ് അല്ലെ, sp3 ആണ്, ഇവിടെ sp3 ആണ്. ഒന്നാമത്തെ കാര്യം നൈട്രജൻ ഹൈബ്രിഡൈസേഷൻ നോക്കുമ്പോൾ sp3ക്ക് ആയിരിക്കും എന്ത് ബേസിറ്റി കൂടുതൽ. sp3 ഉള്ളത് ഏതാണോ അതിനായിരിക്കും ബേസിറ്റി കൂടുതൽ. കാരണം ഇലക്ട്രോനെഗറ്റിവിറ്റി വരുമ്പോൾ നമുക്കറിയാം എസ് ക്യാരക്ടർ കൂടുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും, അവിടെ ബേസിറ്റി കുറയാണ് ചെയ്യുക. സോ sp2 ഉള്ള നൈട്രജന്റെ കോമ്പൗണ്ടുകൾക്ക് എന്തായിരിക്കും അവിടെ ബേസിറ്റി എന്തായിരിക്കും കുറവായിരിക്കും. സോ അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എയും ബിയും സിയും ഡിയും നോക്കുമ്പോൾ എനും ബിനെക്കാട്ടും കൂടുതൽ ബേസിക് ആണ് എന്ത് സിയും ഡിയും. ഇനി നമ്മൾ എയും ബിയും തമ്മിലൊന്ന് കമ്പയർ നോക്കാം. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ NHന്റെ കേസ്, ഈ NH വരുന്ന കേസിൽ, ഈ ഒരു കേസിൽ ഫസ്റ്റ് കോമ്പൗണ്ടിൽ ഈ നൈട്രജൻ ലോൺ പെയർ എന്ത് ചെയ്യുന്നില്ല, എന്ത് ചെയ്യുന്നുണ്ട്, റിംഗിലേക്ക് ഡീലോക്കലൈസ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് ഈ ലോൺ പെയർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട് അല്ലെ, ഇങ്ങനെ റിംഗിലേക്ക് എന്ത് ചെയ്യുന്നു, ഡീലോക്കലൈസ് ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു നൈട്രജന് മുകളിലുള്ള ലോൺ പെയർ റിംഗിലേക്ക് ഡീലോക്കലൈസ് ചെയ്താൽ അവിടെ നൈട്രജന് മുകളിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും, അങ്ങനെ ബേസിറ്റി കുറയും. നമുക്ക് A എന്താണ്, കുറവാണ്. ബിയിൽ പക്ഷെ എന്താണ്, അങ്ങനെ സംഭവമല്ല. ഇവിടെ നൈട്രജൻ ലോൺ പെയർ എന്ത് ചെയ്യുന്നില്ല, ഡീലോക്കലൈസ് ചെയ്ത് പോകുന്നില്ല കേട്ടോ. ഡീലോക്കലൈസ് ചെയ്ത് പോകാത്ത കാരണം എന്താ വെച്ചാൽ ഈ ലോൺ പെയർ sp2 ഹൈബ്രിഡ് ഓർബിറ്റ് അല്ല നിൽക്കുന്നത്, ഇത് നൈട്രജന്റെ സ്വന്തമായിട്ടുള്ള ഓർബിറ്റലിലാണ്. അതുകൊണ്ട് ആ ഒരു സ്പെഷ്യൽ സംഭവം കാരണം അവിടെ ഈ ലോൺ പെയറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡീലോക്കലൈസ് ചെയ്ത് പോകാൻ പറ്റില്ല. ഓക്കെ, അത് നമുക്ക് ഈ ഒരു കോമ്പൗണ്ട്, ഈ ഒരു പീരീഡിന്റെ പ്രത്യേകതയാണ്. അപ്പൊ നമ്മൾ മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഇത് ചെയ്തിരുന്നു തോന്നുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം അതിനുണ്ട്. അതുകൊണ്ട് ഈ ലോൺ പെയർ ഡീലോക്കലൈസ് ചെയ്ത് പോകുന്നില്ല. അപ്പോൾ നൈട്രജൻ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുന്നില്ല. സോ എക്ക് കുറവായിരിക്കും, ബി എന്തായിരിക്കും, എനെക്കാട്ടും കൂടുതലായിരിക്കും. അതൊക്കെയാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് സിയും ഡി നോക്കുമ്പോൾ, സിയും ഡി നോക്കുമ്പോൾ എന്താ ഡിഫറൻസ്, ഇവിടെ നോക്കേണ്ടത് ഇവിടെ എന്തുണ്ട്, ഒരു ഓക്സിജൻ കിടക്കുന്നുണ്ട് അല്ലെ, ഇവിടെ ഓക്സിജൻ ഒന്നുമില്ല. ഇപ്പൊ ഇവിടെ ആ ഡിഫറൻസ് മാത്രമുള്ളത്. ഓക്സിജൻ എന്ത് കാണിക്കും, ഓക്സിജൻ മൈനസ് എഫക്റ്റ് കാണിക്കും, അത് ഇലക്ട്രോൺ നെഗറ്റീവ് ഗ്രൂപ്പ് ആണ്. സോ നൈട്രജന് മുകളിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ആര് അട്രാക്ട് ചെയ്യും, ഓക്സിജൻ അട്രാക്ട് ചെയ്യും, അതിലേക്ക് വിഡ്രോ ചെയ്യും. അതുകൊണ്ട് ഈ ഡിന്റെ മുകളിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി, അത് നൈട്രജന്റെ മുകളിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി ഇവിടെ കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിന്റെ ബേസിറ്റി എന്ത് ചെയ്യും, അവിടെ കുറയും. സിക്ക് ആയിരിക്കും കൂടുതൽ. ക്ലിയർ ആയും. അപ്പൊ നമുക്ക് ബി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് എഴുതാം, ഡി എഴുതാം. ലാസ്റ്റ് ആണ് സി. അപ്പൊ ഏറ്റവും കൂടുതൽ ബേസിറ്റി സിക്ക് ആയിരിക്കും. ക്ലിയർ ആയാലും ഇവിടെ മൈനസ് ഐ എഫക്റ്റ് ആട്ടോ ഓക്സിജൻ, അത് കാരണമാണ് ഡിക്ക് കുറയുന്നത്. അപ്പൊ ഇത്രയും ക്ലിയർ ആയി. ഇപ്പൊ നമുക്ക് ലാസ്റ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ അസിഡിറ്റിയും ബേസിഡ് നമ്മൾ 4 വിധം പ്രോബ്ലംസ്, 4 വിധം ക്വസ്റ്റ്യൻസ് ഓരോന്നിനും ചെയ്തു. അപ്പൊ ഇനി ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഒരു മോഡലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. പോസിബിൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കാം, എന്തൊക്കെയാണ് എഫക്റ്റുകൾ ഏതൊക്കെയാണ്, എന്നിട്ട് നമ്മളൊരു ആൻസറിലേക്ക് എത്താം. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്. നാളെ നമുക്ക് എന്ത് ചെയ്യാം, വേറെ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ് കാണാം. താങ്ക് യു.